ജി സുധാകരനെ ചോദ്യം ചെയ്ത് ജി സുധാകരൻ ജി സുധാകരനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച് CPM പ്രാദേശിക നേതാക്കൾ. അമ്പലപ്പുഴ നീർക്കുന്നം സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി സുധാകരൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. നീർക്കുന്നം സ്കൂളിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന മണ്ണ് ആരോ കടത്തിക്കൊണ്ടുപോയി എന്നൊരാരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് ജി സുധാകരൻ എത്തിയത്. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിലെ CPM ഭരിക്കുന്ന അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. സുധാകരനും ആയി തർക്കത്തിലായി. സുധാകരൻ മാടമ്പിത്തനം CPM നേതാക്കളോട് എടുത്തു. ഇതോടുകൂടി CPM നേതാക്കൾ സുധാകരനെ വാക്കുകൾ കൊണ്ട് പഞ്ഞിക്കിടുകയായിരുന്നു. എല്ലാം നേടിയ ശേഷം പാർട്ടിയിൽ നിന്ന് പോയ വ്യക്തിയാണ് സുധാകരനെന്ന് അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് പറഞ്ഞു. എല്ലാം നേടിയ ശേഷം പാർട്ടിയിൽ നിന്ന് പോയ ശേഷം അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി കോൺഗ്രസുമായി കൂട്ടുചേർന്ന ആളാണ് സുധാകരൻ എന്ന് CPM നേതാക്കൾ പറഞ്ഞു. സാറേ എന്ന് വിളിച്ചതല്ലെന്നും CPM നേതാക്കൾ പറഞ്ഞു. സുധാകരൻ ഇതിന് മറുപടി നൽകാൻ ശ്രമിച്ചു. 25,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തന്നെ ജനങ്ങൾ വിജയിപ്പിച്ചത് എന്ന് സുധാകരൻ പറഞ്ഞു. പക്ഷേ CPM പ്രവർത്തകർ വിട്ടുകൊടുത്തില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് അതിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നു എന്നാണ് CPM പ്രവർത്തകർ സുധാകരനോട് പറഞ്ഞത്. സുധാകരനും CPM പ്രവർത്തകരും തമ്മിലുള്ള വാക്കുതർക്കം കയ്യാങ്കളിയുടെ വക്കിലെത്തിയപ്പോൾ പോലീസ് എത്തി അനുനയിപ്പിച്ച് വിടുകയായിരുന്നു. പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായി വിജയം നേടിയ ശേഷം ജി സുധാകരൻ പലപ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിൽ ആക്കുന്നുണ്ട്. നിരന്തരം പാർട്ടിക്കെതിരെ ജി സുധാകരൻ പ്രസ്താവനകൾ ഇറക്കുന്നു. CPM ദുർബലമാണെന്നാണ് ജി സുധാകരൻ പറയുന്നത്. ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജി സുധാകരൻ ഉന്നയിച്ചത്. പിണറായി വിജയൻ പാർട്ടിയുടെ പവർ കേന്ദ്രമാണെന്നും എന്നാൽ പിണറായിയെ നേരായ വഴിക്ക് നയിക്കാൻ നേതാക്കൾക്ക് കഴിയുന്നില്ലെന്നും ഒക്കെയാണ് ജി സുധാകരൻ ആരോപിച്ചത്. ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി ആയിരിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത വ്യക്തിയാണെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു. നിയമസഭയ്ക്കകത്തും CPMനെ നിരന്തരം വിമർശിക്കുന്നുണ്ട് ജി സുധാകരൻ. ജി സുധാകരൻ്റെ മാടമ്പിത്തരവും താൻ പോരുമയും ഒക്കെ CPM പ്രവർത്തകർക്ക് അതൃപ്തി ഉളവാക്കാറുണ്ട്. സുധാകരൻ പാർട്ടി മാറി കോൺഗ്രസിൽ നിന്ന് ജയിച്ചപ്പോൾ സുധാകരൻ്റെ വീടിന് മുമ്പിൽ ധർണ നടത്തിയിരുന്നു CPM പ്രവർത്തകർ. അങ്ങനെ സുധാകരനും CPMും കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോവുകയാണ്. സുധാകരൻ്റെ പരാമർശങ്ങളോട് CPMലെ മുതിർന്ന നേതാക്കൾ പൊതുവെ പ്രതികരിക്കുന്നില്ല. അതും ശ്രദ്ധേയം. സുധാകരൻ്റെ പരാമർശങ്ങളോട് CPMലെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാന തലത്തിലുള്ള നേതാക്കളാരും പ്രതികരിക്കുന്നില്ല. അതേസമയം ആലപ്പുഴ ജില്ലാ നേതാക്കളായ മുൻ MLA H സലാമൊക്കെ വളരെ ശക്തമായ രീതിയിൽ സുധാകരനെ അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. മാത്രമല്ല ജില്ലാ സെക്രട്ടറി R നാസറും സുധാകരനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ CPM പ്രവർത്തകരുടെ കണ്ണിൽ കരടായിരിക്കുകയാണ് ജി സുധാകരൻ MLA. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അധികാരം അയാൾക്ക് ഒരാസക്തിയാണ്. പലതരത്തിലുള്ള ആസക്തി മനുഷ്യർക്ക് ഉണ്ട്. മദ്യത്തോടുള്ള ആസക്തിയുണ്ട്, പുകയിലയോടുള്ള ആസക്തിയുണ്ട്, അതുപോലെ തന്നെ അധികാരത്തോടുള്ള ആസക്തിയും ഉണ്ട്. അധികാരം ആരെയും മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞത് കാറൽ മാർക്സ് ആണ്. ഏതായാലും സുധാകരൻ ഇപ്പോൾ അധികാരത്തിൻ്റെ കറുപ്പ് തിന്ന് മയങ്ങി അങ്ങനെ നടക്കുകയാണ്. കാണുന്നിടമെല്ലാം കൈലാസം, വീണിടമെല്ലാം വിഷ്ണുലോകം എന്ന മട്ടിലുള്ള അഹങ്കാരമാണ് ജി സുധാകരന് ഉള്ളത്. ജി സുധാകരൻ കാണുന്നത് കോൺഗ്രസിൻ്റെ വിപുലമായ വിജയമാണ്. വീണ് കിടക്കുന്നത് കോൺഗ്രസിൻ്റെ താവളത്തിലാണ്. ഇനിയൊരു 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും MLA ആകാൻ സുധാകരന്
കോൺഗ്രസ് സുധാകരനെ കറിവേപ്പില പോലെ കളയും. എന്തായാലും ഇപ്പോൾ സുധാകരൻ എന്തോ വലിയൊരു കാര്യം ചെയ്ത മട്ടിൽ CPM കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അതിന് CPM പ്രവർത്തകർ വൃത്തിയായി കൊടുത്തിരിക്കുന്നു സുധാകരന്.